അടുത്ത കാലത്തായി പത്രങ്ങളിൽ വൻതോതിൽ പരസ്യം നൽകി ജ്വല്ലറി ബിസിനസ് നടത്തിയ അൽമുക്താദിർ ഗ്രൂപ്പിന്റെ 30-ലധികം ബ്രാഞ്ചുകളിൽ ദിവസങ്ങൾക്ക് മുമ്പ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. റെയ്ഡിനെ തുടർന്ന് അൽമുക്താദിർ ജ്വല്ലറികളെല്ലാം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. ഗുരുതരമായ തട്ടിപ്പുകളാണ് അൽമുക്താദിർ ഉടമ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പരിശോധനകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിൽ അൽമുക്താദിർ കോടികൾ കൈപ്പറ്റിയെന്നുള്ള പരാതികളുമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പിടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നും വിദേശത്തടക്കം കോടികൾ കടത്തിയെന്നും ദുബായിൽ നിരവധി നിക്ഷേപങ്ങൾ നടത്തിയെന്നും ഇതൊന്നും ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമൊക്കെ ED കണ്ടെത്തിയിരുന്നു. അൽമുക്താദിർ സ്വർണ്ണക്കട മുതലാളിയുടെ വീടിന് മുമ്പിൽ പണം നൽകി കബളിക്കപ്പെട്ടവർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൊള്ളക്കാർക്കും തീവ്രവാദികൾക്കും അടിയറവ് വെച്ചിരിക്കുകയാണെന്നും അൽമുക്താദിർ ഉടമ നാടുവിടാൻ സാധ്യതയുണ്ടെന്നും സഹായവുമായി മാധ്യമവും സർക്കാരും അവർക്കൊപ്പമാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പ്രതികരണങ്ങളിലേക്ക് ലൈവ് ലൊക്കേഷൻ കാണിച്ചു നമുക്ക് എന്തോ ഒരു കാര്യം ഞാൻ പറയാം. അയാള് നാളത്തരം കഴിഞ്ഞ് ഇന്ത്യ വിട. അയാൾക്ക് ഒരു FIR പോലും ഇല്ല. ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു FIR അയാളുടെ പേരിൽ ഇതുവരെ ആയിട്ടില്ല. ഇതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, കൂടുതൽ മീഡിയകള് ഞാൻ 3 ദിവസമായി എല്ലാ മീഡിയകളെയും വിളിക്കുക. പക്ഷെ ഒരു മീഡിയ പോലും വന്നിട്ടില്ല. കാരണം നമുക്ക് എന്താണെന്ന് അധികം മനസ്സിലാക്കാൻ പറ്റിയത് 1000 രൂപ ഒരുത്തൻ ഒരാളിൽ നിന്ന് കടം മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ് എല്ലാം വരും. സത്യത്തിൽ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ പോലും കയ്യിലെടുത്തുകൊണ്ട് മൻസൂർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പറ്റിച്ചിരിക്കുകയാണ്. ഇതിന് 1 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയുള്ള, അതായത് ഞാനൊരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്റെ അടുത്ത് 50 പേരുടെ പ്രൊഫൈൽ ഇരിപ്പുണ്ട്. നാളെ വർക്കലയിൽ മകളുടെ കല്യാണമുള്ള 3 ഫാമിലി ഉണ്ട്. അവർക്ക് ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരാ മകളുടെ കല്യാണം മുടങ്ങും, അവർ ജീവൻ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൊപ്പിയും ഇട്ട് താടിയും വളർത്തി നിങ്ങൾ മുസ്ലിമാണ്, അള്ളാഹുവിന്റെ 100 നാമങ്ങളും ഇട്ട് അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ഇത്രയും ആളുകള് ഈ നിൽക്കുന്ന ഓരോരുത്തരും 5 പേരുടെ പ്രതിനിധികൾ. അതുകൊണ്ട് വളരെ മോശമാണ്. ഇവിടെ ഉദ്യോഗസ്ഥരിപ്പോ അവനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ബോംബെയിലുണ്ട്, താനായിലുണ്ട്, ഒന്നുമില്ല. ഇനി എവിടെയോ ഇരുന്നു പൈസ, പാവങ്ങളുടെ പൈസ ഞങ്ങള് 3 മാസമായിട്ട് ഒരു മീഡിയക്ക് കൊടുത്തില്ല, ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ ഒളിച്ചൊളിച്ചു വെച്ചാൽ പാവങ്ങളുടെ പൈസ കിട്ടുന്നു. ഇപ്പോഴും ഇത് മീഡിയയിൽ കൊടുക്കാനല്ല. മൻസൂറെ, നീ ഇത് കണ്ടുകൊണ്ട് ഈ പാവങ്ങളുടെ പൈസ നീ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇവർക്കാർക്ക് ഇൻട്രസ്റ്റും പലിശയും ഒന്നും വേണ്ട. ഇതാരും പലിശ മേടിക്കുന്നവരല്ല. നിന്റെ ബിസിനസിന്റെ ലാഭം കൊടുക്കാമെന്നവരാണ് ഈ പാവങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഉമ്മായിക്കും ഭാര്യയ്ക്കും സുഖമില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടില് സുഖമില്ലാത്ത ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്. എന്റെ അടുത്ത് 4 ക്യാൻസർ പേഷ്യന്റുമാരുടെ അവർ കൊടുത്ത പൈസ അവരെ മക്കളെയും കൊണ്ട് RCC നിൽക്കുക. ഇതുവരെ അവരുടെ കോളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് 2000 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ്. അനന്തകൃഷ്ണൻ 1000 കോടി രൂപയാണ് തട്ടിച്ചതെങ്കിൽ ഇത് 2000 കോടി രൂപയാണ്. വീണ്ടും ഞാൻ പറയുന്നു, പാവത്തുങ്ങളാരെങ്കിലും 1000 രൂപ കടം വാങ്ങിയാൽ അപ്പൊ തന്നെ FIR ഇടുകയും അപ്പൊ തന്നെ കേസെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അവർക്കെല്ലാം കൈക്കൂലി കിട്ടുന്നുണ്ടാവും. ഞാൻ ഒരു രോഗിയുടെ വിഷയമാണ് വന്നത്. ആ ഹോസ്പിറ്റലിൽ